നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെബ്രോണിക്സിൻ്റെ പിക്സ പ്ലേ 15 എന്ന ഒരു പ്രൊജക്ടറാണ്. ഇതിൻ്റെ ലൂമിനസ് കാര്യങ്ങളൊന്നും പറയണില്ല, കാരണം അതൊക്കെ വലിയ കോമഡി ആയിരിക്കും. എന്തായാലും നമുക്കിത് തുറന്ന് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 16,000 രൂപയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ തുറക്കാം. തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലെയാണ്. കുറച്ച് ബഡ്സും പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ തുറക്കാനുള്ള തുണിയും പിന്നെ AVയുടെ കേബിള് ഇൻ ഔട്ട്, അതുപോലെ റിമോട്ട് ഉണ്ട്. റിമോട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പവർ കേബിള്, ഒരു കേബിളും കൂടെ ഉണ്ടല്ലോ. എന്തായിരിക്കും അത്? എൻ്റെ ദൈവമേ, HDMI കേബിള് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതൊരു ഭാഗ്യമായിട്ടാ. നമുക്കൊന്ന് പ്രൊജക്ടറൊന്ന് എടുത്ത് നോക്കാം. ഒറ്റയ്ക്കാണ് ചെയ്യണേ, ഒരാൾക്കിടെ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇതാണ് സാധനം. സെബ്രോണിക്സിൻ്റെ പിക്സ പ്ലേ 15 എന്ന പ്രൊജക്ടറാണത്. അത്യാവശ്യം തിരക്കേണ്ടില്ലാത്തൊരു പ്രൊജക്ടറാണ്. എൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കൊള്ളാം, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. പിന്നെ എൻ്റെ കൂടെ കിട്ടിയത് ഇതൊക്കെ തന്നെയാണ്. ഈ വീട്ടിലെ സ്ക്രീൻ 90 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഈ റൂമിൻ്റെ വീതി എന്ന് പറയുന്നത് 8 അടിയാണ്. വീതി നീളക്ക് ഏകദേശം സെയിമാണ്. അപ്പോൾ എൻ്റെ ഈ റൂമിൽ ചെറിയൊരു ചരിവുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്ന ആ ഭാഗത്ത് നിന്നും ഇപ്പം കോണിച്ചിട്ടാണ് ഈ സ്ക്രീൻ ഇരിക്കുന്നത്. നമുക്കത് പ്രൊജക്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്ക്രീൻ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്തേക്കാം കേട്ടോ. 90 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്, വില കുറഞ്ഞൊരു സ്ക്രീനാണ്. ഇനി നമുക്കിതിൻ്റെ റിമോട്ടൊന്ന് പരിചയപ്പെടാം. റിമോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് നടുക്കളത്തെ ആ വൃത്തത്തിലുള്ള സ്വിച്ചുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്ര സ്വിച്ചുകളുള്ളൂ ഇതിൽ, ഇത്ര ബട്ടണേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ സെൻട്രലിലെ കേട്ടോ ഓക്കെ ബട്ടണും അതുപോലെ തന്നെ ഡിസ്ക് ടൈപ്പിലുള്ള ആ ബട്ടണുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ആവശ്യം വരുന്നത്. നമുക്കില്ല ആ മുകളിലത്തെ ചുമന്നത് പവർ സ്വിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സ്വിച്ചുകൾ, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുവഴി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനൊരു മ്യൂട്ട് ഉണ്ട് കേട്ടോ. ആ സ്വിച്ച് നമ്മുടെ ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടുന്ന സൗണ്ടിൻ്റെ ഒക്കെയാണ്. അത് കാണിച്ചു തരാം ഞാൻ. ഇത് ബാക്ക് അടിക്കാനുള്ളതാണ്, പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളത്. അതുപോലെ പ്രൊജക്ടറിൽ സ്പീക്കർ ഉണ്ട് കേട്ടോ, സൗണ്ട് ഉണ്ട് പ്രൊജക്ടറിന്. ഒരു ഹോം സ്വിച്ച്, ഹോമിലേക്ക് പെട്ടെന്ന് പോകാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതിൽ എത്ര ബാറ്ററി ഇടാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. 2 ബാറ്ററിയാണ്, ചെറിയ 2 ബാറ്ററിയാണ് ഇതിലിടാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. പ്രൊജക്ടർ ഓണായിട്ടുണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്യണത് ഇത് വാങ്ങി ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കിട്ടുന്നത് യൂട്യൂബ് ഉണ്ട് ഈ പ്രൊജക്ടറിൽ, അതുപോലെ ആമസോൺ പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മെറക്കാസ്റ്റ് ഉണ്ട്, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണൊക്കെ കണക്ട് ചെയ്ത് കാണാനുള്ളത്, അതുപോലെ തന്നെ ഐഫോൺ കണക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം പേജ്. അതുപോലെ ഇതിൽ HDMI ഔട്ട് ഉണ്ട്, അതുപോലെ 2 USB പോർട്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് താഴത്തേക്ക് കണക്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട്. പിന്നെ അടി കിടക്കുന്ന സെറ്റിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് എന്തൊക്കെയുള്ളതെന്ന് കാണാൻ പറ്റും. വൈഫൈ കണക്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ സെറ്റിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ കൺട്രോൾ ചെയ്യണം. അതുപോലെ 4.2 ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണും. ഇത് നമ്മുടെ സ്ക്രീനിൻ്റെ കോണിപ്പൊക്കെ അനുസരിച്ച് സ്ക്രീൻ നമ്മുടെ ഇരിപ്പിനനുസരിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാണ്. നമുക്ക് നല്ല കോണിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കാണണമല്ലോ. അതുപോലെ ഇതുപോലെ ആരോ മാർക്ക് ഉണ്ടോ പച്ച,
അതാണ്. അപ്പോൾ നമ്മളത് റിമോട്ടിൽ ആ മറ്റേ ഡിസ്ക് ബട്ടൺ ഉണ്ടല്ലോ അതിൽ പിടിച്ചിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ വ്യൂവിന് കറക്റ്റൊക്കെ ആയിട്ട് എവിടെ ഏതെങ്കിലും ഭാഗത്ത് കോണിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ആ സെൻറ്ററിൽ ഓക്കെ ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ സാധിക്കും. 4 മൂലയിൽ ഓരോന്നോരോന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ സെൻറ്ററിൽ ഓക്കെ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത മൂലയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് ഉണ്ടല്ലോ, ആരോ മാർക്ക് ബാക്ക് റിമോട്ടില്ല, അതുമ്പോൾ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നേരെ അത് ബാക്കിലേക്ക് പോയിക്കോളും. അടുത്തത് പ്രൊജക്ഷൻ മോഡാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടർ സീലിംഗിൽ പിടിപ്പിക്കില്ലേ, അത് തല തിരിച്ചാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമ്മൾ വ്യൂ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അടുത്തത് ഡിജിറ്റൽ സൂമിംഗ് ആണ്. അത് നമ്മുടെ സ്ക്രീൻ നമുക്ക് വേണ്ട രീതിയിൽ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. എൻ്റെ റൂമിൽ ഇത്ര വലിപ്പത്തിലാണ് എനിക്ക് കിട്ടുന്നത്. നമ്മുടെ സ്ക്രീൻ ഇതിലും വലിപ്പമുണ്ട്. നമ്മുടെ റൂം ഒരു 8x8 റൂമാണ്, ചെറിയ റൂമാണ്. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിലും കൂടി വലിപ്പത്തിലൊക്കെ കിട്ടും. നമുക്ക് പരമാവധി ഇത്രത്തോളം ചെറുതാക്കാം. 16 ഇഞ്ചിൻ്റെ LED TV വലിപ്പത്തിൽ നമുക്ക് ചെറുതാക്കാൻ സാധിക്കും. പിന്നെ പ്രൊജക്ടർ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടാം. കൂടുതൽ ക്ലാരിറ്റി 8x8 റൂം ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ. പക്ഷേ എൻ്റെ റൂമിന് ഇത് മതി. പിന്നെ നമുക്ക് അടുത്തത് അങ്ങനെ ഒന്ന് പരിചയപ്പെടാം. ഡിജിറ്റൽ സൂമിങ് ബാക്ക് എടുത്ത് ഇപ്പോൾ ഓരോ സെറ്റിങ്സാണ്, അധികമൊന്നും കാണാനില്ല. എബോട്ട് അത് പ്രൊജക്ടറിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ കൂടുതലായിട്ട് അറിയാനുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഹോം പേജിൽ കിട്ടും, HDMI ഒക്കെ ആക്കാനുള്ളത്. ഇത് പവർ ഓൺ ഓപ്ഷനാണ്. ഇതൊക്കെ അറിയാം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ വന്നതല്ല, നമുക്ക് ഹോമിൽ ഉപയോഗിക്കാം. അതൊക്കെ HDMI ഒക്കെ ആക്കാനുള്ളത്, മൊബൈലാക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാനുണ്ട്. അതിപ്പോൾ ലാംഗ്വേജ് ചെക്ക് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഏത് ലാംഗ്വേജ് വേണ്ടത്, നമുക്ക് ഇംഗ്ലീഷ് മതി, മലയാളമൊന്നും ഇല്ല ഇതിൽ. വൈഫൈ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ബ്ലൂടൂത്ത് ഉണ്ട്. നമ്മൾ നേരെ ഹോമിലേക്ക് വന്നിട്ട് ഇനി ഇതൊക്കെ മൊബൈലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മൊബൈലിലാണ് കേട്ടോ. സ്ക്രീനിൽ നിങ്ങളാണ് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്തതാണ്. നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ലൈവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കണ്ട ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ട എനിക്കിത്ര വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഞാൻ കണ്ടില്ലേ നല്ല ക്ലാരിറ്റി ഉണ്ട്. കണ്ട റൂമിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് പകൽ സമയത്താണ് എടുത്തതാണ് ഞാൻ. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട അത്യാവശ്യം തിരക്കേടൊന്നുമില്ല. എൻ്റെ ഒരു ചെറിയ റൂമാണ് കേട്ടോ. അല്ല ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൂമിലിട്ടിട്ട് പോലും പ്രൊജക്ടറിൻ്റെ ഇത് വന്നത് ഞാൻ സൂമിലിട്ടാണ് 100-ൽ, എന്നിട്ട് പോലും അത് സ്ക്രീനിന് ഫുള്ളായിട്ട് കിട്ടുന്നില്ല. ആ റൂമിൻ്റെ വലിപ്പക്കുറവിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ബാക്കിലാണ് നമ്മുടെ പ്രൊജക്ടർ. കണ്ട ഇനി നമ്മുടെ സ്പീഡ് നോക്കാം കേട്ടോ. ലൈവായിട്ട് എടുക്കണതല്ലേ. വലിയ കുഴപ്പമില്ല, 1 സെക്കൻഡിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അത് ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഇത് കാണും ഓപ്ഷൻ, അത് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്കൊരു ഇത് കാണണ്ട PC മോഡുള്ളിൽ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അത് ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ടറിൽ ഈ HDMI ഓപ്ഷൻ കണ്ട അത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് എടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. HDMI ഓക്കെ, അത് ഓണായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് പ്രൊജക്ടറിൽ നിന്ന് കണക്ട് ചെയ്തേക്കണ HDMI കേബിളാണ് കേട്ടോ. ഇത് നേരെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ. കയറാത്തത് അത് കയറങ്ങട്. ഓക്കെ കയറിയിട്ടുണ്ട്. യെസ്,
നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്, പ്രൊജക്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ലാപ്ടോപ്പ് എടുത്ത് കാണിച്ചു തരാം. വേണ്ട, ഓക്കെ അല്ലേ? എന്നാൽ അതൊക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് എൻ്റെ വീഡിയോ തന്നെ ഒന്ന് പ്ലേ ചെയ്യാം. വേറെ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് പ്രശ്നം വരെ, അതുകൊണ്ടാ. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കണ മ്യൂസിക് ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ പ്രൊജക്ടറിൽ നിന്ന് റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ. പ്രൊജക്ടറിൻ്റെ ആ ശബ്ദം തന്നെ നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യണതാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ തന്നെയാണ് നമ്മൾ ചാനലിലേക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പ്രൊജക്ടർ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ പ്രൊജക്ടർ ഇഷ്ടപ്പെട്ട്, ഒരു സാധാരണക്കാരന് പറ്റിയൊരു പ്രൊജക്ടറാണ്. ടി വി വാങ്ങുന്ന അതേ വിലയുള്ളൂ, 16,000 രൂപ. വീഡിയോ ഒക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതാണ് എൻ്റെ റൂം. ഒരു ചെറിയ റൂമാണ് കേട്ടോ. ഒരു 8 അടിയേ ഉള്ളൂ നീളം, വീതി ഏകദേശം അതൊക്കെ തന്നെ. അതാണ് നമ്മുടെ ഇത് പൊക്കി കാണിക്കുന്നത്. ഞാനത് പകലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പകൽ സമയത്താണ്. ഇപ്പോൾ റൂമിൽ ലൈറ്റും ഉണ്ട് കേട്ടോ. എൻ്റെ സ്ക്രീനിൻ്റെ ബാക്കിൽ കണ്ട കറുത്ത വേറൊരു ഫ്ലക്സ് ഉണ്ട്. അത് ഇത് കൂടെ തന്നെ ഉള്ളതാണ്. ബാക്കിൽ കറുപ്പായിരിക്കും. അതിന് ഞാൻ അടുത്ത ഒരു സെറ്റിങ്സ് പരിചയപ്പെടാം. അപ്പോൾ റിമോട്ടിൽ അതിൻ്റെ ബട്ടൺ ഏതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ബട്ടനാണ് ഞാൻ എടുത്തേക്കണത്, ടി വി സെറ്റിങ്സ് എന്ന് പറഞ്ഞ്. അതിൽ പിക്ചർ മോഡുണ്ട്, സൗണ്ട് മോഡുണ്ട്, ഡിസ്പ്ലേ മോഡുണ്ട്. കാണിച്ചു തരാം കേട്ടോ. സൗണ്ട് മോഡാണ്. അപ്പം എൻ്റെ സൗണ്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യണതാണ്. അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി പിക്ചർ മോഡൊന്ന് ഓപ്പൺ ചെയ്യാം. അതുപോലെ ബ്രൈറ്റ്നെസ് നമ്മുടെ ടി വിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും, കളറ് കൺട്രോളിങ്, ഇതൊക്കെ നമ്മുടെ ടി വിയിലുള്ളതില്ലേ അതുപോലൊക്കെ തന്നെ സംഭവം. ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കേട്ടോ. ആൻഡ്രോയിഡ് 9 അങ്ങനെ വേണ്ട പ്രൊജക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കിട്ടിയത്. കുറച്ച് ബഡ്സ് ക്ലീൻ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലോത്ത്. അപ്പോൾ അതുപോലെ തന്നെ അതായത് ഒരു കേബിൾ അതൊക്കെ ഉണ്ട്. ഇത് മറ്റേ AV കേബിള്. അപ്പോൾ ഞാൻ കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ ഇനിയുള്ള വീഡിയോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ അങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം പ്രൊജക്ടറിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. ബാക്കിലെ ഇതിലാണ് നമുക്ക് ഉള്ളിൽ ഫാൻ എയർ വലിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാനുണ്ട്, അത് കാണിച്ചു തരാം. ഒരു HDMI പോർട്ട്, 2 USB-യുടെ, അതുപോലെ ഒരു ട്യൂൺ ബട്ടൺ കണ്ട. നമ്മുടെ ഇരിപ്പിനനുസരിച്ച് താത്തയും മുക്കയും ചെയ്യാനുള്ളതാണ് കേട്ടോ. അടിയിലോട്ട് മുകളിലോട്ട് കോണിപ്പാക്കാനുള്ളതാണ് പ്രൊജക്ടർ. നമ്മുടെ ഇരിപ്പിനനുസരിച്ച് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വാങ്ങണവർക്കൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് വാങ്ങി കഴിയുമ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതതുപോലെ തന്നെ സൂം കൺട്രോളാണ് കേട്ടോ. അത് ക്ലാരിറ്റി, നമ്മുടെ ലെൻസ് കൺട്രോൾ ചെയ്യണം. ഇതുപോലെ കണ്ട നമ്മുടെ ഫോക്കസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാരിറ്റി കിട്ടുന്നത്. ആ ഫ്രണ്ടിൽ കാണുന്ന സെൻസറാണ്. ഇത് ബാക്കിലും ഫ്രണ്ടിലും സെൻസറിങ് ഉണ്ട് കേട്ടോ. കാരണം എനിക്കത് തല തിരിച്ച് വയ്ക്കുമ്പോഴേ ഇത് വാളിയിലൊക്കെ പിടിപ്പിക്കാമല്ലോ. വാളിയിലോ അല്ലെങ്കിൽ സീലിങ്ങുമേ എവിടെയെങ്കിലും പിടിപ്പിക്കാം. ഇനി ഞാനിത് എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് ആദ്യം ഇങ്ങനെ തിരിക്കണത്, തല തിരിച്ച് പിടിച്ചിട്ട്
ഇത് ബാക്കിൽ കണ്ടില്ലേ ഒരു ട്രേ ഉണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അകത്തേക്ക് എയർ കയറി പോകുന്നത്, ഫാൻ എയർ വലിക്കുന്നത്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫോമുണ്ട്, ആ ഫോമിൽ തങ്ങിക്കും. അത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യണം. അത് ഇതുപോലെ പതുക്കെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊന്തിപ്പോരും. കണ്ട പൊടികളിരിക്കണണ്ട, കുറേ നാളത്തെ ഉപയോഗിച്ചതിന് ശേഷം ഇത്ര പൊടിയായത്. ഇതൊരു ഫോമാണ് ചെറുത് ഇല്ലേ. അപ്പോൾ നമുക്കത് എടുക്കാം, സ്പോഞ്ച്, ചെറിയ സ്പോഞ്ച്. അപ്പോൾ ഇതുപോലെ പൊടിയൊന്ന് കൊട്ടിക്കളയണം. ഞാനത് കഴുകുന്നത്, ഞാൻ സാധാരണ കഴുകിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് കഴുകി ക്ലീൻ ചെയ്യാം. അപ്പോൾ അതേ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് അതിലേക്ക് വെച്ചിട്ട് വേണ്ട ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇറക്കിയാണ്ട് കൊടുത്താൽ മതി. ഓക്കെ, നന്ദി.